വാളുകൾ കൊണ്ട് തലവെട്ടി ചോരയൊലിപ്പിച്ച ശിരസുമായി ആയിരക്കണക്കിന് കോമരങ്ങൾ കൊടുങ്ങല്ലൂരിൽ കാവു തീണ്ടി. ഇതോടെ തൃശൂർ കൊടുങ്ങല്ലൂരിലെ കുരുമ്പക്കാവിനെ പ്രകമ്പനം കൊള്ളിച്ച അശ്വതി കാവുതിണ്ടലിന് പരിസമാപ്തിയായി. കൊടുങ്ങല്ലൂർ ഭരണി എന്ന ഉത്സവപദം പൊതുസമൂഹത്തെ സംബന്ധിച്ച് പരസ്യമായ തെറിപ്പാട്ടും നൂറുകണക്കിന് കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളലും കാവുതീണ്ടലും മറ്റുമൊക്കെയാണ്. അധസ്ഥിത ജനതയുടെ ആത്മരോഷ പ്രകടനമായും ബുദ്ധമതത്തിനെതിരായ ഹൈന്ദവ സവർണതയുടെ കടന്നുകയറ്റവുമായൊക്കെ പലതരത്തിലുള്ള മിത്തുകളും ഐതിഹ്യങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിലെ ഭരണി മഹോത്സവത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. കോവിഡ് അടച്ചിടലിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങിയ ഭരണി ഇത്തവണ വടക്കൻ കേരളത്തിൽ എങ്ങും നിന്നുള്ള കോമരങ്ങളുടെയും ഭക്തരുടെയും അണമുറിയാത്ത തള്ളിക്കയറ്റം കൊണ്ട് ശ്രദ്ധേയമായി. കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ എഴുന്നള്ളിയതോടെയാണ് കാവ് തീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. തൃച്ചന്ദനച്ചാർത്ത് പൂജ കഴിഞ്ഞതോടെ തമ്പുരാൻ നിലപാട് തറയിലെത്തി. ഏത് നിമിഷവും കാവ് തീണ്ടാൻ തയ്യാറായി കോമരങ്ങൾ അരയാൽ തറകളിൽ വാളുകളുമായി തയ്യാറായി നിന്നു. തമ്പുരാൻ പട്ടുകുടയുയർത്തിയതോടെ പാലയ്ക്കവേലൻ ദേവിദാസൻ ആദ്യം കാവ് തീണ്ടി. ഞൊടിയിട നിശബ്ദമായ കുരുമ്പക്കാവിനെ ശബ്ദായമാനമാക്കി ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കാവ് തീണ്ടി. മൂന്ന് വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം കോമരങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. ഭരണി നാളായ ശനിയാഴ്ച കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും. തല വെട്ടിപ്പൊളിച്ച കോമരങ്ങളുടെ ആദിമ രൗദ്രത നിറഞ്ഞ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണാനും അവരുടെ അലർച്ചകൾ കേൾക്കാനും ഇനി അടുത്ത കൊടുങ്ങല്ലൂർ ഭരണിക്കാലം വരെ കാത്തിരിക്കണം. അനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.